ഇതിനെ പറ്റി ഒറ്റ വാക്കി പറയാനാണെങ്കിൽ പഴയ വീഞ്ഞ് പഴയ കൊടുത്ത് തന്നെ ഒഴിച്ചു തരുന്ന പോലെയാണ്. വരവ് ഡയറക്ടർ ബൈ ഷാജി കൈലാസ്, റിട്ടൺ ബൈ AK സാജൻ. ഒരു ടിപ്പിക്കൽ മാസ് ഷാജി കൈലാസ് ഇടിപ്പടം. എനിക്കത് മാത്രമാണ് ഫീൽ ചെയ്തത്. ആ പഴയ ക്ലോസപ്പ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിലും ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു സ്റ്റൈല് തന്നെ ഈ സിനിമയിലും കാണാം. ഇതിനെ പറ്റി ഒറ്റ വാക്കി പറയാനാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് പഴയ വീഞ്ഞ് പഴയ കൊടുത്ത് തന്നെ ഒഴിച്ചു തരുന്ന പോലെയാണ്. ഇത്രയധികം ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ചില കാര്യങ്ങളിൽ സിനിമ പാളി പോയതായിട്ട് എനിക്ക് തോന്നി. റീസെന്റ് ഇറങ്ങിയ ഒരു സിനിമയിൽ ഒരു സിനിമ എടുക്കുന്നതിന്റെ വേറൊരു ഉദ്ദേശം എന്താന്നുള്ളത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്തു. അതിനു വേണ്ടിയാണോ ഈ സിനിമ എടുത്തതെന്നുള്ളത്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് ഉണ്ട്. ഇപ്പൊ പറയുവാണെങ്കിൽ ജോജു ജോർജ്, മുരളി ഗോപി, സാനി അയ്യപ്പൻ, അർജുൻ അശോകൻ, സുകന്യ, അഭിമന്യു, ഷമ്മി തിലകൻ, ബാബുരാജ്, വാണി വിശ്വനാഥ്, അസീസ് നെടുമങ്ങാട്, ബൈജു സന്തോഷ്, ദീപക്, അങ്ങനെ ഒരു വലിയൊരു താരനിര ഈ സിനിമയ്ക്കുണ്ട്. ആകെ പറയാനുള്ളത് ഫൈറ്റ് സീക്വൻസ് കുഴപ്പമില്ല. ഒരുപാട് സ്റ്റൺ മാസ്റ്റേഴ്സ് ഇതിനകത്ത് വർക്ക് ചെയ്ത്. എനിക്ക് തോന്നുന്നത് ഈ ഇത്രയും താരങ്ങളെക്കാൾ കൂടുതൽ സ്റ്റൺ മാസ്റ്റേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞില്ല, ഇത്രയധികം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ ഉണ്ടായിട്ട് ആ ഒരു ക്യാരക്ടേഴ്സിനോ അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റിനോ വേണ്ടത്ര ഒരു ഡെപ്തോ വെയിറ്റോ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ചില ക്യാരക്ടേഴ്സ് ആ ഒരു സ്റ്റോറിയിൽ ആ ഒരു ടൈമിൽ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക എന്നല്ലാണ്ട് അതിനപ്പുറം ലോജിക് വൈസ് ഒന്നും നമ്മൾ ചിന്തിക്കാൻ പോകരുത്. ഇതിൽ കുറച്ച് ഓഫ് റോഡ് പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട്. ടുവേഴ്സ് ദ സെക്കൻഡ് ഹാഫ് ചില സ്ഥലത്ത് ഷോ ഓഫ് കാണിക്കാനായിട്ട് ചില വണ്ടികളൊക്കെ വരുന്നുണ്ട്. അതായത് ഇതിനു വേണ്ടി സെറ്റ് ഇട്ട ഒരു ഓഫ് റോഡ് ട്രാക്കിൽ കുറച്ച് ചേസും പരിപാടികളൊക്കെ. പിന്നെ ഒരു ഷോട്ട് ഉണ്ട്, ഒരു ഡ്രിഫ്റ്റിംഗ് ഷോട്ടാണ്. എന്താ പറയാ, ഒരു വണ്ടി നേരെ വട്ടം കറക്കി വെക്കുന്നു. കഥാ കാര്യങ്ങളൊക്കെ ഒരു ക്ലീഷേ സ്റ്റോറി തന്നെയാണ്. നായകൻ ഉണ്ടാവുമല്ലോ, നായകന്റെ ഒരു റിവെഞ്ച് സ്റ്റോറി. ആ റിവെഞ്ച് സ്റ്റോറിയിലേക്ക് എത്തുന്ന പല ഫാക്ടേഴ്സും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ജോജുവിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, അദ്ദേഹം ഇടിക്കുന്ന ഇടി, ഒരു പഞ്ച് ഉണ്ടാവും. ആ സംഭവം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അത് പുള്ളിയെ കൊണ്ട് അത് പോസിബിൾ ആണ് എന്നുള്ള ഫീൽ നമുക്കുണ്ടല്ലോ ഓൾറെഡി. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു പെർസ്പെക്ടീവില് സിനിമയെ കാണുന്നവർക്ക് സിനിമ വർക്കൗട്ട് ആകാം. ശ്യാം CS ആണ് ഇതിന്റെ കമ്പോസർ. സൗണ്ട് ആണെങ്കിലും ചില സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കുഴപ്പമില്ല, സൗണ്ടിങ് കാര്യങ്ങളൊക്കെ. ചില സ്ഥലത്ത് ചില പാട്ടുകളൊക്കെ അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. ട്രെയിലറിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഫൈറ്റ് സീക്വൻസ് അതൊക്കെ തന്നെയാണ് സിനിമയിലെ ഹൈലൈറ്റ് പാട്ട് എന്നുള്ളത്. അതർ ദാൻ ദാറ്റ് കുറച്ച് ഡ്രോൺ ഷോട്ട്സും കൊള്ളായിരുന്നു. സോ ഓവറോൾ സിനിമ ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലാണ്ട് അതിനപ്പുറം ഈ സിനിമ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം കൂടെയും ഒരു അൽക്കുലത്തെ പരിപാടി.